എല്ലാ ബേത്ലഹേം TV പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്നത്തെ വിഷയം ഞാൻ കത്തോലിക്കനാണ്, നരഭോജിയല്ല. സമീപകാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വിഷയമാണ് മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനയം ചെയ്യുകയും ചെയ്യുന്ന കത്തോലിക്കർ നരഭോജികളാണ്, ശമന്തീനികളാണ് എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു വീഡിയോയുടെ അല്പഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നരബലി നമ്മുടെ ഈ സാക്ഷര കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ നടന്നു എന്നൊക്കെ കേൾക്കുന്നത് തികച്ചും അപമാനകരമാണ്. ശരിക്കും ഈ പറയുന്ന ഈ നരബലിയൊക്കെ നമുക്ക് പണ്ടേ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ക്രിസ്തുമതത്തെ സംബന്ധിച്ചും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 3-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു മതമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലെ മനുഷ്യരുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് പരിഗണിച്ചിരുന്നത് ഈ നരബലി തന്നെയാണ്. പലതരം ബലികൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഈ ദൈവത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ കാലം മുതൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ ബലി കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ എബ്രഹാം തൻ്റെ മകനെ തന്നെ ബലി കൊടുക്കാൻ സന്നദ്ധനായി. അത് ഇപ്പോഴും ബലിപ്പെരുന്നാൾ എന്ന പേരിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്. മകനെ തന്നെ ബലി കൊടുക്കുന്ന നരബലി, അത് ആ ബലികളെല്ലാ മതങ്ങളും അനുവർത്തിച്ചു പോരുകയാണ്. ക്രിസ്തുമതത്തിന്റെ രൂപീകരണ കാലത്ത് കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി ഈ നരബലി തന്നെയാണ് ദിവ്യബലിയാക്കി മാറ്റുന്നത്. മനുഷ്യനെ അങ്ങനെ കൊല്ലണ്ട, അതിനെ ഒരു കുറച്ചുകൂടെ പ്രതീകാത്മകമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ദൈവത്തെ പ്രീതിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യവർഗത്തെ എല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യപുത്രൻ തന്നെ ബലി കൊടുക്കുന്ന ഒരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊരു പ്രതീകാത്മക നാടകമായിട്ട് നമ്മൾ ആഘോഷിച്ച് പോരുകയാണ് ലോകമെമ്പാടും, പള്ളികളിലൊക്കെ. ഇവിടെ യഹൂദ പാരമ്പര്യത്തിൽ പെസഹ അവർ ആചരിച്ചിരുന്നത് ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും ദൈവം അവരെ മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ്. ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം ദൈവം അവർക്ക് കൊടുത്തിരുന്ന കൽപ്പനയനുസരിച്ച് അവരുടെ ആട്ടുംകുട്ടിയെ കൊന്നു, അതിൻ്റെ രക്തം കട്ടിളയിൽ പൂശി, അതിൻ്റെ മാംസം അവർ ചുട്ട് കൈപ്പുള്ള ഇലകളോടുകൂടി പുളിപ്പില്ലാത്ത അപ്പവുമായി ഭക്ഷിച്ചു. ഈ ഓർമ്മയാചരണമാണ് യഹൂദ പെസഹായുടെ അടിസ്ഥാനം. ഈശോ തൻ്റെ അന്ത്യത്താഴ വേളയിൽ ഈ യഹൂദ പെസഹ ആചരിച്ചു. അതോടൊപ്പം തന്നെ അവിടുന്ന് പിറ്റേ ദിവസം ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നതിൻ്റെ മുൻ ആസ്വാദനവുമായിട്ടാണ് പെസഹ ആചരിച്ചത്. മറ്റൊരു കാര്യം, ഈ പെസഹായിൽ ഈശോ കൊണ്ടുവരുന്നത് അപ്പവും വീഞ്ഞും ബലിയായി അർപ്പിക്കുന്ന ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. പഴയ നിയമത്തിലെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി, സമാധാന ബലി എന്നിങ്ങനെ ബലികൾ അവർ നടത്തിയിരുന്നു. ആ ബലി നടത്തുമ്പോൾ ബലി നടത്തുന്ന പുരോഹിതൻ ബലിമാംസം ഭക്ഷിക്കണം, ബലി അർപ്പിക്കുന്ന മൃഗത്തിൻ്റെ രക്തം ബലിപീഠത്തിൽ ഒഴുക്കണം. ഇതെല്ലാം പാപമോചനത്തിന് വേണ്ടി അവർ ചെയ്തിരുന്ന കർമ്മങ്ങളാണ്. അതായത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപമോചനം ലഭിച്ചിരുന്നത് ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്നും രക്തത്തിൽ നിന്നുമാണ്. എന്നാൽ ഈശോ ഇവിടെ പഴയ നിയമത്തിൻ്റെ ബലികളെല്ലാം അവസാനിപ്പിച്ചിട്ട് പുതിയ ഒരു ബലി നമുക്ക് നൽകുകയാണ്. അത് അപ്പവും വീഞ്ഞിലും കൂടെയാണ് തരുന്നത്. ഈ അപ്പവും വീഞ്ഞും ഈശോ നമുക്ക് തരുമ്പോൾ പറയുന്നുണ്ട്, അപ്പം തൻ്റെ ശരീരമാണ്, വീഞ്ഞ് തൻ്റെ രക്തമാണ് എന്ന്. ഈ വാക്കുകളുടെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോ പഴയ നിയമങ്ങളെയൊക്കെ പൂർത്തീകരിക്കുന്നതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. കോപിക്കുന്നത് കൊലപാതകമായിട്ടാണ് ഈശോ കാണുന്നത്. ഈ 27-ാം വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഒരു പ്രവൃത്തിയേക്കാൾ പ്രാധാന്യം ഈശോ കൊടുക്കുന്നത് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും തീരുമാനങ്ങളെയുമാണ്. കാരണം ഹൃദയത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പം അങ്ങനെ ഈശോ പറയുന്ന വാക്കുകൾക്കെല്ലാം വളരെ ആഴമായ ആത്മീയ അർത്ഥങ്ങളുണ്ട്.
ആ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ ഈശോയുടെ വാക്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ പലപ്പോഴും അപകടത്തിൽ ചെന്ന് പെടുവാൻ സാധ്യതയുണ്ട്. നിത്യജീവനെ പറ്റി ഈശോ പറഞ്ഞ ഏതാനും വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യം, നിന്റെ കൈയോ കാലോ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടിയെറിഞ്ഞ് കളയുക. ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളോടും കൂടെ നരാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ വാക്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൈയും കാലും കണ്ണുമില്ലാത്തവനായി ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൈയും കാലും കണ്ണുമുള്ളവനായിട്ട് ആരും ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാരണം ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ നമ്മളൊക്കെ കൈയും കാലും കണ്ണും കൊണ്ടൊക്കെ പാപം ചെയ്തിട്ടുള്ളവരാണ്. ഇനിയും അങ്ങനെ പാപം ചെയ്യാൻ സാധ്യതയുള്ളവരുമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു കാര്യം സമ്മതിക്കും, ഇതെല്ലാം ആത്മീയ അർത്ഥത്തിൽ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്, അക്ഷരാർത്ഥത്തിൽ എടുക്കുവാനുള്ളതല്ലെന്ന്. അങ്ങനെയെങ്കിൽ നിത്യജീവനെ പറ്റി തന്നെ ഈശോ പറഞ്ഞ മറ്റ് 2 വാക്യങ്ങൾ നമുക്ക് ശ്രമിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ വാക്യങ്ങൾ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ഇവിടെ ശരീരം എന്ന് മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ ഗ്രീക്ക് സാർക്സ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഫ്ലഷ്, മീറ്റ് എന്നൊക്കെയാണ്. അതായത് മാംസം, ഇറച്ചി എന്നൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കത്തോലിക്ക ഇംഗ്ലീഷ് ബൈബിൾ, റിവൈസ് സ്റ്റാൻഡേർഡ് വെർഷൻ, കാത്തലിക് ബൈബിൾ പരിശോധിക്കുക. അവിടെയെല്ലാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്നത് ഫ്ലഷ് എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഗ്രീക്കിലെ സോമ, ശരീരം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സാർക്സ് എന്ന വാക്കാണ്, അതായത് ഫ്ലഷ് എന്ന വാക്കാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യം, നമ്മൾ പലരും പറയും നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്നവരും അക്ഷരാർത്ഥത്തിൽ ഈശോയുടെ രക്തം പാനം ചെയ്യുന്നവരുമാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മാംസം ഭക്ഷിക്കുകയും അക്ഷരാർത്ഥത്തിൽ ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, ഈശോയുടെ നിലവാരം അനുസരിച്ച് ആസക്തിയോടെ നോക്കുന്നത് വ്യഭിചാരമാണെങ്കിൽ, സഹോദരനോട് കോപിക്കുന്നത് കൊലപാതകമാണെങ്കിൽ, അക്ഷരാർത്ഥത്തിൽ മാംസം ഭക്ഷിക്കുന്നതും രക്തം പാനം ചെയ്യുന്നതും നമ്മളെ നരഭോജിയാക്കുന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ദൈവം മനുഷ്യരെ അവതരിച്ചത് മനുഷ്യനെ നരഭോജിയാക്കാനാണോ അതോ നരഭോജികളെ മനുഷ്യസ്നേഹികളാക്കാനാണോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും ദൈവം മനുഷ്യനെ അവതരിച്ച് നരഭോജികളെ മനുഷ്യസ്നേഹികളാക്കാനാണ്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഈ വാക്കുകൾക്ക്, അതായത് മാംസം, രക്തം എന്ന വാക്കുകൾക്ക് എന്താണ് ആത്മീയ അർത്ഥമെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോയുടെ ലക്ഷ്യം അതാണ്. ഈശോ പറയുന്നതാണ്, മൈ ബ്ലഡ് ഈസ് ഡ്രിങ്ക് ഇൻഡീഡ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എന്താണ് രക്തം എന്ന് നമുക്ക് നോക്കാം. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം, എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്, അത് ബലിപീഠത്തെ മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. 2 കാര്യങ്ങളാണ് രക്തത്തിന്റെ അടയാളമായിട്ട് പറയുന്നത്. ഒന്ന്, അതിനകത്ത് ജീവനുണ്ട്, അപ്പം രക്തം ജീവൻ നൽകുന്നതാണ്. 2, ആ രക്തത്തിലൂടെ ആണ് പാപപരിഹാരം നടക്കുന്നത്. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹെബ്രായർ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം, നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, രക്തം ചിന്താതെ പാപമോചനമില്ല. അതായത് വിശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നടത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള രക്തം. രക്തമെന്ന് പറഞ്ഞതുകൊണ്ട് ഈശോയുടെ സിരകളിൽ കൂടി ഒഴുകുന്ന ആ ചുമന്ന ദ്രാവകമാണ് എന്ന് നമ്മൾ അർത്ഥമാക്കരുത്. കാരണം ഇതിനെല്ലാം ഈശോയുടെ പക്കൽ ആത്മീയമായ ആഴമായ അർത്ഥമുണ്ട്. ഇനിയും എന്താണ് പാപം? റോമാക്കാരുടെ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു, അപ്രകാരം എല്ലാ മനുഷ്യരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. പാപം മരണമാണ്. റോമ 6:22. പാപത്തിന്റെ വേദന മരണമാണ്, ദൈവത്തിന്റെ ദാനമായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യ ജീവനും. അപ്പോൾ പാപം മരണമാണ് എങ്കിൽ അതിൻ്റെ പരിഹാരം നിത്യജീവനാണ്. ജീവനിലൂടെയാണ് മരണത്തെ നീക്കുവാൻ സാധിക്കുന്നത്. അപ്പം പാപത്തെ നീക്കുന്ന ജീവനാണ് രക്തം കൊണ്ട് നമുക്ക് നേടേണ്ടിയിരിക്കുന്നത്. ഇവിടെ ജീവനെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ
ഒരു ജീവനെ പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. നമുക്കൊക്കെ ജീവനുണ്ട്. ജീവശ്വാസം എന്ന വാക്ക് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ 3 അർത്ഥത്തിൽ കാണുവാൻ സാധിക്കും. ജീവശ്വാസം എന്നാണ് മലയാളത്തിൽ പറയുന്നതെങ്കിലും ഹീബ്രുവിലേക്ക് വരുമ്പോൾ അത് വ്യത്യസ്ത അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ജീവന്റെ ശ്വാസം എന്ന് പറയുന്നുണ്ട്. അവിടെ ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന വാക്ക് നെഷേമ എന്നാണ്. അതിന് ഗ്രീക്കിലെ നോയെന്നും അത് ശാരീരിക ജീവനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ ജീവന്റെ ശ്വാസം അല്ലെങ്കിൽ ജീവശ്വാസത്തിന് പറയുന്നത് നെഫേഷ് എന്നാണ്. അത് സ്വിക്കെ, സൈക്കോളജിക്കൽ, മാനസികം എന്നാണ്. അത് നമ്മുടെ സോളിനെ പറ്റിയാണ് പറയുന്നത്. 3-ാമത്തേത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം. അവിടെ ജീവശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് റുഹ, ന്യൂമ എന്ന് ഗ്രീക്കിൽ പറയും, അല്ലെങ്കിൽ സ്പിരിച്വൽ, ആത്മീയമാണ്. ഇവിടെ മലയാള പരിഭാഷയിൽ മറ്റൊരു പ്രശ്നമുള്ളത് സോളിനെയും സ്പിരിറ്റിനെയും ആത്മാവെന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതും സംശയം ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി, മനുഷ്യ വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് ഇവ 3 ചേർന്നുള്ളതാണ്. അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ് ഇവ 3 ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 3 ജീവൻ നമുക്കുണ്ട്. അവ 3 കൂടി ചേരുമ്പോഴാണ് ഒരു മനുഷ്യ വ്യക്തി പൂർണ്ണത പ്രാപിക്കുന്നത്. അടുത്തതായിട്ട് യോബിന്റെ പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് കാണാം. അവിടെ ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു എന്നാണ്. അവിടെ ദൈവ ചൈതന്യത്തിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത് റുഹാഖ് ഏൽ, ദൈവത്തിന്റെ ആത്മാവെന്നാണ്. ഇംഗ്ലീഷ് ഒന്നുകൂടെ വ്യക്തമാണ്. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് മെയ്ഡ് മീ ആൻഡ് ദ ബ്രീത്ത് ഓഫ് ദി ആൾമൈറ്റി ഗിവ്സ് മീ ലൈഫ്. ഇനിയും അവിടെ ബ്രീത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്, ശ്വാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിഷ്മത്ത് എന്നാണ്. നെഷേമ എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ്, ശാരീരിക ജീവൻ. അപ്പോൾ ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. അപ്പോൾ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, ശാരീരിക ജീവൻ നമുക്കുണ്ട്. ഇവ രണ്ടും നമുക്ക് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അടുത്തതായിട്ട് യേശുക്രിസ്തുവിന്റെ ജീവൻ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ യേശുക്രിസ്തു അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. സാധാരണ ഒരു മനുഷ്യ ശിശു ജനിക്കുന്നത് പോലെ ഒരു അണ്ഡവും ബീജവും ഒരുമിച്ച് ചേർന്ന് ഒരു ഭ്രൂണമാകുക എന്ന രീതിയിലല്ല. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ഗർഭപാത്രത്തിലേക്ക് എഴുന്നള്ളി വന്ന് മനുഷ്യരൂപം പ്രാപിക്കുന്നതാണ്. ഇനിയും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം പരിശോധിക്കാം. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. 21-ാം വാക്യം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം, എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇവിടെ പാപമോചകനാകുന്ന യേശു ക്രിസ്തു ജന്മം കൊണ്ടത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പം പാപമോചനം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നു. ഇനിയും നമുക്ക് റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ പരിശോധിക്കാം. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവെന്ന് ഉറപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തി ശരീരങ്ങൾക്ക് നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇവിടെ നോക്കുക, പാപമാണ് മരണം. ആ പാപമാകുന്ന മരണത്തിൽ നിന്ന് നമ്മൾ ജീവനിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മൂലമാണ് എന്ന് ഈ 2 വാക്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അവസാനമായിട്ട് എഴുതി ജീവൻ പ്രദാനം ചെയ്യുമെന്നുള്ള ഒരൊറ്റ വാക്കായിട്ടാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. സോയോ പോയോ എന്ന വാക്കാണ്. ഇത് സോ ഓൺ പോയോ എന്ന 2 വാക്കുകൾ ചേർന്നിട്ടുള്ളതാണ്. സോ പോയോ എന്ന വാക്കിന്റെ അർത്ഥം മരിച്ചതിനെ ജീവിപ്പിക്കുക എന്നാണ്. അപ്പൊ ഈ പാസേജിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം രക്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, അല്ലാതെ അവന്റെ സിരകളിൽ കൂടി ഒഴുകുന്ന ചുമന്ന ദ്രാവകം അല്ല എന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാം. അടുത്തതായിട്ട് മൈ ഫ്ലഷ് ഈസ് ഫുഡ് ഇൻഡീഡ്, എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാണ്. ഈ ഭാഗം മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാംസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുവാൻ നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് പോകാം.
യോഹന്നാന്റെ സുവിശേഷം 1-1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. 14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഈ 3 വാക്യങ്ങളിലൂടെ സുവിശേഷം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമാണ് നടത്തിയതെന്നും, അനാദിയിലെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്നും, പുത്രനായ ദൈവം പിതാവിനോടുകൂടി അനാദിയിലെ ഉണ്ടായിരുന്നുവെന്നും, ആ പുത്രൻ മനുഷ്യരായി അവതരിച്ചു, നമ്മളെ പോലെ ജഡം സ്വീകരിച്ച് നമ്മൾ ഒരുവനായി ഈ ഭൂമിയിൽ ജീവിച്ചു എന്നാണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥം. എന്നാൽ ഈ വാക്യത്തിന് ഒരു അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനവും നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവവുമായി. ആദിയിൽ നിന്ന് തുടങ്ങുന്ന മറ്റൊരു വാക്യം നമ്മൾ ബൈബിളിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-1 ബൈബിളിലെ ആദ്യത്തെ വാക്യം. അതിപ്രകാരമാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ വാക്യത്തിന്റെ ഹീബ്രു മൂലം 7 വാക്കുകളുള്ള ഒരു വാക്യമാണ്. അതിന് യഹൂദർ പറയുന്നത് ദൈവം ആദിയിൽ 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു. അങ്ങനെ സൃഷ്ടികർമ്മം 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-1 7 വാക്കുകൾ ഉള്ളത്. ഈ 7 വാക്കുകളിൽ നടുക്കത്തെ വാക്ക്, 4-ാമത്തെ വാക്ക് യത്ത് എന്നാണ്. 2 അക്ഷരങ്ങളുള്ള ഒരു വാക്കാണത്. ഈ വാക്ക് അല്ലെങ്കിൽ ഈ വചനം 3-ാമത്തെ വാക്കിനോട് അല്ലെങ്കിൽ വചനത്തോട് ചേർന്നാണ്. 3-ാമത്തെ വചനം എലോഹിം ആണ്. എലോഹിമിന്റെ അർത്ഥം ദൈവമാണ്. അപ്പോൾ ആദിയിൽ വചനമുണ്ട്, ആ വചനം ദൈവത്തോടു കൂടിയാണ് എന്ന അക്ഷരാർത്ഥം നമുക്ക് എടുക്കാം. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 1-1 പൂർത്തീകരിക്കണമെങ്കിൽ ഒരു കാര്യം കൊണ്ട് നമ്മൾ തെളിയിക്കണം. അതായത് ഈ എത്തുന്ന ഈ വാക്ക് ദൈവം എന്ന് അർത്ഥം കണ്ടുപിടിക്കണം. എത്തുന്ന വാക്കിന് ഹീബ്രു ഭാഷയിൽ അർത്ഥമില്ല, അത് വ്യാകരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ബൈബിളിൽ ഇതിന് അർത്ഥമുണ്ട്. പക്ഷെ ഈ അർത്ഥം കിടക്കുന്നത് ബൈബിളിലെ ഏറ്റവും അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിലാണ്. നമുക്ക് അതിലേക്ക് പോകാം. വെളിപാട് പുസ്തകം 22-13 വാക്യം, അത് ഹീബ്രുവില് ഇങ്ങനെയാണ് പറയുന്നത്: അനിഹ ആലേഫ് വേഹ താവ്, അതായത് ഞാൻ ആലപ്പും താവുമാണ്. എത്തുന്ന ഹീബ്രു വാക്കിന്റെ 2 അക്ഷരങ്ങളാണുള്ളത്. ആ അക്ഷരങ്ങൾ ആലപ്പും താവുമാണ്. അപ്പൊ ഇവിടെ വെളിപാട് പുസ്തകം 22-13 ആരംഭത്തിൽ പറയുന്നു ഞാൻ ആലപ്പും താവുമാണ്. അത് ഗ്രീക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്രകാരമാണ്: എഗത്തോ ആൽഫ കീത്തോ ഒമേഗ, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. അത് ഇംഗ്ലീഷ് പരിഭാഷ നോക്കുമ്പോൾ ഒന്നുകൂടെ വ്യക്തത വരും. കാരണം ഈ വാക്യത്തിലെ എല്ലാ നാമങ്ങളും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉള്ളതാണ്. ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ദി ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ്, ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്. അതായത് എല്ലാ നാമങ്ങൾക്കും ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇതേതോ ഒരു പ്രത്യേക വ്യക്തിയെ സൂചിപ്പിക്കുന്നു. അതാരാണെന്ന് നമുക്ക് പിന്നീട് കാണാം. മലയാളത്തിൽ ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തനും ആദിയും അന്തവും. ഈ ആദിയും അന്തവും ആരാണ് എന്ന് നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-6 നിന്ന് മനസ്സിലാക്കാം. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പോൾ ഇവിടെ ആദിയും അന്തവും എന്ന് പറഞ്ഞാൽ അത് ദൈവമായ കർത്താവാണ്, ദൈവമാണ്. അപ്പോൾ നമുക്ക് ആ എത്തുന്ന വാക്കിലേക്ക് വരാം. എത്തുന്ന വാക്ക് നമ്മൾ കണ്ടു, അത് ആൽഫയും ഒമേഗയുമാണെന്ന് കണ്ടു. ആൽഫയും ഒമേഗയും ആദ്യം അന്തമാണെന്ന് കണ്ടു. ആദ്യം അന്തവുമായത് ദൈവമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-1 പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. എന്തൊക്കെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടു. ആ വചനം ദൈവത്തോടുകയായിരുന്നു, അത് നമ്മൾ കണ്ടു. വചനം ദൈവമായിരുന്നു, അതും നമ്മൾ കണ്ടിരിക്കുകയാണ് ബൈബിളിൽ നിന്ന് തന്നെ. ഇനിയും ഈ ആദ്യം അന്തവുമായവൻ മറ്റൊരു രീതിയിലും അവതരിക്കുന്നുണ്ട്. അതാരാണെന്ന് നോക്കാം. വെളിപാട് പുസ്തകം 1-17 അപ്പോൾ അവൻ വലതുകൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദ്യവും അന്തവും ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ മരണത്തെയും നരകത്തെയും ജയിച്ച് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിനെയാണ് ഈ വാക്യം ആദിയും അന്തവും എന്ന് പറയുന്നത്. അതായത് ഉത്ഥിതനായ ഈശോ മിശിഹായാണ് ആദിയും അന്തവും. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. 1-3 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ഉച്ചിതനായ ഈശോ മിശിഹായാണ്
വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ മാംസം വചനമാണ്, വചനം ആലപ്പന്താവുമാണ്, ആലപ്പന്താവു ആൽഫായും ഒമേഗായുമാണ്, ആൽഫായും ഒമേഗായും ആദ്യവും അന്തവുമാണ്. ആദ്യവും അന്തവുമായവൻ ഉത്ഥിതനായ ഈശോ മിശിഹായാണ്. ആ ഉത്ഥിതനായ ഈശോ മിശിഹയെ പറ്റിയാണ് മാംസമെന്ന് ഈ ബൈബിൾ ഭാഗത്ത്, അതായത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് പ്രതിപാദിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില വാക്യങ്ങൾ പരിശോധിക്കാം. യോഹന്നാൻ 6:29 യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അവിച്ചനിൽ വിശ്വസിക്കുക. 33 എന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പം ഉച്ചിതനായ ഈശോ മിശിഹായിന്ന് നമുക്ക് ലഭിക്കുന്നത് ജീവനാണ്. 35 യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല. 40-ാം വാക്യം പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. യോഹന്നാൻ 6:47 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാണ്. ജീവന്റെ അപ്പം എന്നുള്ള ആശയം ഈ ഭാഗത്ത് 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഇനി 3-ാമത്തെ അത് എപ്രകാരമാണെന്ന് കാണാം. 51-ാം വാക്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്, സാർസാണ്, മാംസമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഈ മാംസം ഉച്ചിതനായ ഈശോ മിശിഹ ആണ് നമുക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്നുള്ളത് യഹൂദരെ സംബന്ധിച്ചുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ അപ്പം ആശീർവദിക്കുന്ന പ്രാർത്ഥന അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നും ജീവനുള്ള അപ്പം കൊണ്ടുവരുന്ന പ്രപഞ്ചത്തിന്റെ രാജാവായ നമ്മുടെ ദൈവമായ കർത്താവ് അനുഗ്രഹീതനാകുന്നു. കാരണം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം അവർക്ക് മന്ന വർഷിച്ചു കൊടുത്തതിന്റെ ഓർമ്മയാണിത്. അപ്പൊ ഈ സ്വർഗത്തിൽ നിന്നുള്ള ജീവനുള്ള അപ്പം അവര് നിത്യവും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഈശോ അവരോട് പറഞ്ഞത്, നിങ്ങൾ അനാദി നൂറ്റാണ്ടുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം, ജീവനുള്ള അപ്പം ഞാനാണ് എന്ന്. ഇത് അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇനിയും ഉച്ചിതനായ ഈശോയിൽ നിന്ന് ജീവൻ ലഭിക്കും എന്ന് നമ്മൾ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലെ ഇപ്രകാരം പറയുന്നു, ദൈവമായ കർത്താവ് ഭൂമിയിൽ പൂഴി കൊണ്ട് മനുഷ്യൻ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു, അങ്ങനെ മനുഷ്യൻ ജീവനുള്ളതായി തീർന്നു. അപ്പൊ ഇവിടെ നമുക്ക് മലയാളത്തിൽ ഇത് കേൾക്കുമ്പോൾ തോന്നുക ദൈവം ഊതി ഒരു ജീവനുണ്ടായി. എന്നാൽ ഹീബ്രുവിൽ അത് വളരെ വ്യക്തമാണ്. ഊതിയത് നിഷ്മത് ഖയീം, ശാരീരിക ജീവനാണ്. പക്ഷെ ഉണ്ടായതോ നെഫേഷ് ഖയീം, സൈക്കിക്, ആത്മീയ ജീവൻ, അല്ലെങ്കിൽ സോളാണ് ഉണ്ടായത്. അപ്പം ശരീരവും സോളും നമ്മൾ നേരത്തെ ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ആത്മാവിനെയും പറ്റിയും കണ്ടു, ശാരീരിക ജീവനെ പറ്റിയും കണ്ടു. ഇവിടെ ശാരീരിക ജീവനെ പറ്റിയും സോളിനെ പറ്റിയും പറയുന്നു. അങ്ങനെ മനുഷ്യൻ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ദേഹം, ദേഹി, ആത്മാവുള്ളവനാണെന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്ക് എംഫുസാവോ എന്നാണ്. ഈ വാക്ക് സമ്പൂർണ്ണ ഗ്രീക്ക് ബൈബിളിൽ 2 പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഒന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി 2:7-ലും ഇനിയും ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിലുമാണ്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും. പലപ്പോഴും ഇത് മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈശോ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചു എന്നാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ആ നിശ്വാസം എന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത്. കാരണം അവൻ അവരിലേക്ക് ജീവൻ നിശ്വസിച്ചു, അതിനുശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. കാരണം അവർക്ക് പരിശുദ്ധാത്മാവ്, യോബിന്റെ പുസ്തകം നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവ് നമ്മുടെ ജനനത്തിന്റെ സമയം മുതലേ നമ്മുടെ ഉണ്ട്. പക്ഷെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് ലഭിക്കാതെ പോകുന്നത്, നിർജീവമാകുന്നത് നമ്മളിലുള്ള പാപമാണ്. ഈ പാപമാണ് നമ്മളിൽ ആത്മീയ മരണം ഉണ്ടാക്കുന്നത്. ഈ ആത്മീയ മരണത്തിൽ നിന്നും നമുക്ക് അവൻ ജീവൻ കൊണ്ട് മോചനം നൽകുന്നു. അങ്ങനെ ജീവൻ അവൻ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപമാകുന്ന മരണത്തിൽ നിന്ന് മോചനം ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സജീവമാകുന്നു, പ്രവർത്തന നിരതരാകുന്നു. ഇതാണ് നമുക്ക് ഉച്ചിതനായ ഈശോ മിശിഹായിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് ഉച്ചിതനായ ഈശോ മിശിഹായിൽ നമുക്ക് ലഭിക്കുന്നത് ജീവനും ആത്മാവുമാണ്, അല്ലെങ്കിൽ ആത്മാവും ജീവനുമാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ സ്വീകരണത്തിലേക്ക് പോകാം. എന്താണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ സംഭവിക്കുക എന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. ഈ വാക്യം ഈശോ പറയുന്നത്
ഈ മാംസം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അവർ ചിലർ ചോദിക്കുന്നു, നിന്റെ മാംസം എങ്ങനെ നിനക്ക് ഞങ്ങൾക്ക് ഭക്ഷണമായി തരുവാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു. പലരും വിട്ടുപോകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈശോ പറയുകയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനും. ഇവിടെ ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന അതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ്. പൊയ്യോ എന്ന വാക്ക് തന്നെയാണ്. അതായത് മരിച്ചതിനെ ജീവിപ്പിക്കുക എന്ന വാക്ക് തന്നെയാണ്. അപ്പം പരിശുദ്ധാത്മാവാണ് മരിച്ചതിനെ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപമായ മരണത്തിൽ നിന്നും ജീവൻ നൽകുന്നത്. ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, അല്ലെങ്കിൽ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അത് നമുക്ക് പിന്നീട് കാണാം. അടുത്തതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്കിൽ നമ്മൾ കണ്ടു, നമുക്ക് ഈശോ നൽകുന്നത് ആത്മാവും ജീവനുമാണ്. അത് തന്നെയാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്താണ് ഈ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാര്യം? കാരണം ജഡിക മനുഷ്യന് ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാകുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാം വാക്യം, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ കഴിയുന്നു, കാരണം അവൻ നിങ്ങളോടത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. കാരണം മാമോദിസായിലൂടെ നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരായി പരിശുദ്ധാത്മാവിന്റെ ആലയമായി മാറുകയാണ്. നമ്മൾ ഇത്രയും നേരം കണ്ട കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 61-ാം വാക്യത്തിൽ സംക്ഷിപ്തമായിരിക്കുകയാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ കണ്ടു. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ കണ്ടു. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം നമ്മൾ അതെല്ലാം കണ്ടു. ഇപ്പോൾ ഒരു ചോദ്യം ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമുക്ക് പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ നിറവും ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ എന്തിനാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പേ കുമ്പസാരിക്കണം എന്ന് പറയുന്നത്? നമുക്ക് ദിവ്യകാരുണ്യം 2 മനോഭാവത്തോടുകൂടി സ്വീകരിക്കാം. ഒന്ന് സക്കവൂസിന്റെ മനോഭാവത്തോടു കൂടി. സക്കവൂസിനെ പറ്റി പറയുന്നത്, സക്കവൂസ് ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. അവനെ പറ്റി പറയുന്ന സുവിശേഷ ഭാഗത്ത് ജനങ്ങൾ പറയുന്നുണ്ട്, യേശു പാപിയുടെ വീട്ടിൽ അതിഥിയായി ഇരിക്കുന്നുവല്ലോ എന്ന്. അപ്പോൾ സക്കവൂസ് പാപിയായി അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഈ സക്കവൂസ് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവനൊരു സിക്കമുർ മരത്തിൽ കയറിയിരുന്നു. അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈശോ പറഞ്ഞു, സക്കവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. തത്ക്ഷണം സക്കവൂസ് ഇറങ്ങി വന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ സക്കവൂസ് യേശുവിനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ സ്വീകരിച്ചു. അല്ലെങ്കിൽ അവൻ്റെ ഹൃദയം യേശുവിൻ്റെ വാസസ്ഥലമാകുവാൻ വേണ്ടി ഒരുക്കി. അതിനുശേഷമാണ് തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ച്, അങ്ങനെ ഭവനത്തിൽ സ്വീകരിക്കും മൂലം അവൻ്റെ ഭവനം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് ഈശോ പ്രഖ്യാപിച്ചു. എന്നാൽ മറ്റൊരാളെ നമുക്ക് കാണാം. അന്ത്യത്താഴ വേളയിൽ ഈശോയോടുകൂടി ഒരേ ഭവനത്തിൽ ഒരേ മുറിയിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നവർ ഈശോയും യൂദാസും. ഈശോ ആശീർവദിച്ച അപ്പം യൂദാസിന് കൊടുത്തു. യൂദാസ് അപ്പം സ്വീകരിച്ചു. അപ്പം അവൻ ഭക്ഷിച്ചു. പക്ഷേ ഈ അപ്പം കൊടുത്ത് ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചില്ല, സ്വീകരിച്ചില്ല. ആ സമയത്തും യേശുവിനെ എങ്ങനെ ഒറ്റിക്കൊടുക്കണം എന്നതിനെപ്പറ്റിയാണ് യൂദാസ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അശുദ്ധമായ വിചാരങ്ങളോടുകൂടി കർത്താവ് ആശീർവദിച്ചു കൊടുത്ത വിശുദ്ധമായ അപ്പം അവൻ ഭക്ഷിച്ചു. അവനിൽ സാത്താന്റെ പ്രവർത്തനം പൂർണ്ണതയിലെത്തി. യൂദാസ് 30 വെള്ളിക്കാശ് വാങ്ങിയപ്പോൾ മുതലേ സാത്താൻ അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ വിശുദ്ധമായ അപ്പം അശുദ്ധിയോടെ സ്വീകരിച്ചതോടുകൂടി സാത്താന്റെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദിവ്യകാരുണ്യത്തിൽ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന ഭവനം വൃത്തിയാക്കണ്ടേ, സജ്ജമാക്കണ്ടേ, അലങ്കരിക്കണ്ടേ? അങ്ങനെ ഈശോയെ സ്നേഹത്തോടുകൂടിയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ കണിശമായിട്ടും നമ്മുടെ ഹൃദയത്തെ വൃത്തിയാക്കണം, സജ്ജമാക്കണം, അലങ്കരിക്കണം. ആ സജ്ജമാക്കലും അലങ്കരിക്കലുമാണ് കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പിൽ ആവശ്യമെങ്കിൽ നമ്മൾ കുമ്പസാരിച്ച് തന്നെ ഇരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവസാനമായി എനിക്ക് പറയാനുള്ളത്,
ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാ ശക്തിയാൽ പാവമാകുന്ന മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിക്കുകയും ഉച്ചതിനായ ഈശോയിൽ നിന്ന് ആത്മാവും ജീവനും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മൾ ദൈവ മനുഷ്യ ബന്ധത്തിന്റെ അവർണ്ണനീയവും പരമോന്നതമായ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.